വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇത് രണ്ടിലെയും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്, അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ മക്കളെ. പിയിൽ നിന്നും കുട്ടി ക്യൂ വഴി എസ്സിലോട്ട് പോവാണ്. ക്യൂ വഴി എസ്സിലോട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഡിസ്റ്റൻസും കാണണം, ഡിസ്പ്ലേസ്മെന്റും കാണണം. മലയാളത്തിലാണെങ്കിൽ ദൂരവും കാണണം, സ്ഥാനാന്തരവും കാണണം. ഓക്കെ, സിമ്പിൾ. വാട്ട് ഈസ് ഡിസ്റ്റൻസ്? എങ്ങനെയാ ദൂരം കാണുക? ദ ടോട്ടൽ പാത്ത് ട്രാവൽഡ്, അല്ലേ? സഞ്ചരിച്ചിട്ടുള്ള ആകെ ദൂരം നോക്കാം. പിയിൽ നിന്നും കുട്ടി ഇങ്ങോട്ട് 60 മീറ്റർ, ദെൻ അവിടുന്ന് 40 മീറ്റർ. സോ 60 + 40 നമുക്ക് കിട്ടും, അല്ലേ? 60 + 40 എത്രയാണ്? 100 മീറ്റർ എന്ന് നമുക്ക് കിട്ടി, അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ്. എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, അല്ലേ? ആദ്യ സ്ഥാനവും അവസാന സ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരം, അല്ലേ? നമുക്ക് നോക്കാം. ആദ്യ സ്ഥാനം എന്ന് പറഞ്ഞാൽ കുട്ടി പിയിലായിരുന്നു, പിന്നീട് എന്താണ്? ക്യൂ വഴി കുട്ടി എസ്സിലെത്തി, അല്ലേ? എസ് ആണ് അതിൻ്റെ അവസാന സ്ഥാനം അല്ലെങ്കിൽ ഫൈനൽ പൊസിഷൻ. അപ്പോൾ അവർ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, അല്ലേ? എത്രയാണ് അറിയാം. മൊത്തം ദൂരം 60 + 40. സോ വി ഗോട്ട് ഹിയർ എത്രയാണ്? 100 മീറ്റർ. സോ ഈ കേസിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അല്ലേ? കാരണം അത് സ്ട്രെയിറ്റ് ലൈനിൽ, അല്ലേ, ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കുട്ടി പിയിൽ നിന്നും ക്യൂ വഴി 6-ലെത്തുകയാണ്. പിയിൽ നിന്നും ക്യൂ വഴി കുട്ടി 6-ലെത്തുകയാണ്. അവിടെയുള്ള ഡിസ്റ്റൻസ് കാണണം, ഡിസ്പ്ലേസ്മെന്റും നമുക്ക് കാണണം. സോ കണ്ടുപിടിക്കുക, അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ടോട്ടൽ പാത്ത് ട്രാവൽ, സഞ്ചരിച്ചിട്ടുള്ള ആകെ ദൂരം. അല്ലേ, എവിടെയൊക്കെ പോയി ഒക്കെ നോക്കണം. എങ്ങനെയാണ് കുട്ടി പോയത്, അല്ലേ? കുട്ടീൻ്റെ റൂട്ടൊക്കെ എന്താണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കും. കുട്ടി പിയിൽ നിന്നും ക്യൂ വഴി 6-ലെത്തി, അല്ലേ? റൂട്ട് അറിഞ്ഞിരിക്കണം, അല്ലേ? ആ കുട്ടി പോയ വഴി നമ്മൾ അറിഞ്ഞിരിക്കണം ഡിസ്റ്റൻസ് നോക്കുമ്പോൾ. സോ വി ഗോട്ട് പിയിൽ നിന്ന് ക്യൂലോട്ട് 60 മീറ്റർ, ദെൻ അവിടെ, അല്ലേ, ക്യൂവിൽ നിന്ന് 6-ലോട്ട് 40 മീറ്റർ. സോ 60 + അല്ലേ, 60 + 40 നമുക്ക് കിട്ടും 100 മീറ്റർ എന്ന് കിട്ടും. സിമ്പിൾ, അല്ലേ? നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഡിസ്പ്ലേസ്മെന്റ്. മലയാളത്തിൽ എന്താ പറയുക? സ്ഥാനാന്തരം. എങ്ങനെയാ സ്ഥാനാന്തരം കാണുക? നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് ദി സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. സോ കുട്ടീൻ്റെ ആദ്യ സ്ഥാനവും അവസാന സ്ഥാനവും നോക്കാം നമുക്ക്, അല്ലേ? കുട്ടി ആദ്യം പിയിലായിരുന്നു, അവസാനം കുട്ടി 6-ലായിരുന്നു. അവർ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് പറയുമ്പോൾ അവർ തമ്മിലൊരു, അല്ലേ, ഒരു നേർരേഖ വരച്ചു കൊടുക്കുക. അതിൻ്റെ നീളം എത്രയാണോ അതാണ് അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇവിടെ തന്നിട്ടുള്ളത് 80 മീറ്റർ ആണ്. സോ കണ്ടോ നിങ്ങൾ, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 80 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ നിങ്ങൾ ആ കുട്ടി പോയ വഴിയൊന്നും നോക്കണ്ട. കുട്ടി ചിലപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയോ കുട്ടി ഇതിലേക്ക് പോയില്ല, അപ്പോൾ ഇതൊക്കെ നോക്കണ്ടേ? അങ്ങനെ നോക്കണ്ട. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ ആദ്യം എവിടെയായിരുന്നോ അവസാനം എവിടെയായിരുന്നോ എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്? കുറച്ചധികം കഠിനമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്താണ്? ഒരു കുട്ടി 440 മീറ്റർ ചുറ്റളവുള്ള ഒരു വൃത്താകൃതിയിലൂടെ, അല്ലെ, എന്താണ്, ഓടുകയാണ്. സോ അതിൻ്റെ ആരം, റേഡിയസ് 70 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടി എയിൽ നിന്ന് ബി വഴി ഇങ്ങനെ ഓടി എന്താണ്, എയിൽ തന്നെ എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് 2 കേസസ് ചോദിച്ചിട്ടുണ്ട്. കുട്ടി എയിൽ നിന്ന് ബിയിലെത്തുമ്പോൾ ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര. അതുപോലെ തന്നെ കുട്ടി എയിൽ നിന്ന് തുടങ്ങി എയിലോട്ട് തന്നെ എന്തുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. സോ അവിടെയുള്ള ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര. വെരി വെരി സിമ്പിളാണ്, നമുക്കറിയാം, അല്ലേ? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയസ് എത്രയാണ് മക്കളെ? 70 മീറ്റർ ആണ്, അല്ലേ? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അല്ലേ? ആരം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. പിന്നെ നമുക്കിതിൻ്റെ ചുറ്റളവ്, അല്ലേ, സർക്കംഫറൻസ്, പെരിമീറ്റർ എത്രയാണ് തന്നിട്ടുള്ളത്? സർക്കംഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട് 440 മീറ്റർ ആണെന്ന്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തമുള്ള അളവ്, അല്ലേ? ഇതിൻ്റെ മൊത്തമുള്ള അളവാണ് ചുറ്റളവ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെറ്റായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് കണ്ടുപിടിക്കാം. വെൻ ഇറ്റ് റീച്ചസ് ബി, കുട്ടി ബിയിലെത്തുമ്പോൾ എയിലുള്ള കുട്ടി എന്താ ചെയ്യുക, അല്ലേ? എയിലുള്ള കുട്ടി ഓടി
ഓടി ഓടി ഓടി ഓടി ഓടി ഓടി കുട്ടി ബിയിലെത്തുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള അല്ലേ ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? നമുക്കറിയാം ഓടി ഓടി കുട്ടി അല്ലേ ഇങ്ങനെ ഈ റൂട്ട് നമുക്കറിയാം ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കുട്ടി പോയ റൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുട്ടി പോയത് ഇങ്ങനെയാണ് അല്ലേ, ഏകദേശം നമ്മളെ വൃത്തത്തിൻ്റെ നമ്മളെ സർക്കിളിൻ്റെ പകുതി അല്ലേ, നമ്മളെ ചുറ്റളവിൻ്റെ നേരെ പകുതി ദൂരം അല്ലേ, ഒരു സെമി സർക്കിൾ കുട്ടി കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം ചുറ്റളവിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. സോ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 440 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 220 മീറ്റർ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വന്ന വഴി ഒന്നും നോക്കണ്ട, എവിടേക്ക് മാത്രം നോക്കിയാൽ മതി. കുട്ടി ആദ്യം എവിടെയായിരുന്നു? കുട്ടി ആദ്യം എയിലായിരുന്നു. കുട്ടി അവസാനം എവിടെയാണ്? കുട്ടി അവസാനം ബിയിലാണ്. അവർ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സോ അവർ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ. എത്രയാണ്? 70 + 70 അല്ലേ, കാരണം തന്നിട്ടുണ്ട് അല്ലേ. ഇതുവരെ എന്താണ് 70 ആണ്, അവിടെ നിന്ന് ഇങ്ങോട്ടും ആരമാണ് അല്ലേ, എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. സോ 70 + 70 we will get അല്ലേ 70 + 70 സമം എത്ര കിട്ടുക? 140 മീറ്റർ നമുക്ക് കിട്ടും. സിമ്പിൾ അല്ലേ. സിമ്പിൾ ആണ്, എനിക്കറിയാം. നെക്സ്റ്റ് when it reaches A, കുട്ടി എന്നോട് പറഞ്ഞുതരാം. കുട്ടി എയിൽ നിന്ന് തുടങ്ങി അല്ലേ ഓടി 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 കുട്ടി എയിൽ തന്നെ തിരിച്ചെത്താണ്. കുട്ടി എയിൽ നിന്ന് തുടങ്ങി കുട്ടി എയിൽ തന്നെ തിരിച്ചെത്തുന്ന സമയത്തുള്ള ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? കുട്ടി എന്താണ് നോക്കി മക്കളെ, കുട്ടി ഓടി 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 അല്ലേ ഓടി 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 തിരിച്ചെന്താണ് ഇവിടെ തന്നെ തിരിച്ചെത്താണ്. ആ സമയത്തുള്ള ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കുട്ടി അല്ലേ ഓടി ഓടി അവിടെ തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ ഏകദേശം ആ വൃത്തത്തിൻ്റെ മൊത്തം ചുറ്റളവ് കുട്ടി കവർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ ടോട്ടൽ പാത്ത് ട്രാവൽ, സഞ്ചരിച്ചിട്ടുള്ള ആകെ ദൂരമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ അതിൻ്റെ മൊത്തം ചുറ്റളവ് 440 മീറ്റർ അല്ലേ, തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നെ തന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി കേട്ടോ. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുട്ടി എങ്ങനെ പോയി അല്ലെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ നിന്ന് ഒന്നും നിങ്ങൾ നോക്കണ്ട. ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരമാണ് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ആദ്യം എവിടെയായിരുന്നു കുട്ടി, അവസാനം എവിടെയാണ് കുട്ടി എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ആദ്യം കുട്ടി എയിലാണ്, ഓടി ഓടി കുട്ടി തിരിച്ച് വീണ്ടും അല്ലെ എത്തിയത് എവിടെ തന്നെയാണ്, എയിൽ തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്, ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ 0 അല്ലേ, 0. എത്ര സിമ്പിളാണ് അല്ലേ. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നാൽ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അത് മാത്രമല്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, നമ്മളുടെ ഈ സർക്കിളിൻ്റെ കേസൊക്കെ. അപ്പോൾ എക്സാമിന് ചോദിച്ചായിട്ട് കണ്ടിട്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? എ ബോഡി ഈസ് മൂവിങ് ഫ്രം A to C through B. എന്താണ്? ഒരു കുട്ടി എയിൽ നിന്ന് ബി വഴി സിയിലോട്ട് എത്താണ്. ഓക്കെ, കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അവിടെയുള്ള ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര, ദൂരം എത്ര, സ്ഥാനാന്തരം എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ദൂരം അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കുട്ടി എന്താണ് എയിൽ നിന്നും അല്ലെ എയിൽ നിന്ന് കുട്ടി ഇങ്ങനെ പോയി ഇവിടെ എത്താണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഡിസ്റ്റൻസ് അല്ലേ ദൂരം എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ പാത്ത് ട്രാവൽഡ്, സഞ്ചരിച്ചിട്ടുള്ള ആകെ ദൂരം എന്ന് പറയുമ്പോൾ 4 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മീറ്റർ ആണ് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. പക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാ? നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുട്ടീൻ്റെ ആദ്യ സ്ഥാനവും അവസാന സ്ഥാനവും മാത്രം നോക്കിയാൽ മതി. കുട്ടി ആദ്യം എയിലായിരുന്നു, അവസാനം സിയിലാണ്. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലേ, ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും തമ്മിലുള്ള നേർരേഖാ ദൂരം. അപ്പോൾ ഈ ദൂരമാണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിവിടെ തന്നിട്ടില്ല. എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് നമ്മളുടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി അല്ലേ. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. നോക്കിയേ, ലംബ ത്രികോണമാണ് അല്ലേ. ഓക്കെ, മട്ടത്രികോണം അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഈ സൈഡ് അല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ അതേ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കർണമാണ് അല്ലേ, ഹൈപ്പോട്ടിന്യൂസ് ആണ്. താഴെ അതിൻ്റെ പാദം ബേസ് ആണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ ലംബം അല്ലേ, ആൾട്ടിറ്റ്യൂഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ കർണമാണ് നമ്മളുടെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, ഇത് ആദ്യ സ്ഥാനം, ഇത് അവസാന സ്ഥാനം, ഇവർ തമ്മിലുള്ള ദൂരമാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. കർണം ആണ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ.
അപ്പോൾ കർണം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? ഹൈപ്പോട്ടിന്യൂസ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം കേട്ടോ, നമുക്ക് അറിയാമല്ലോ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്താൽ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്കിവിടെ എ സി സ്ക്വയറെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? സ്ക്വയർ ആണ്. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു എ ബി എത്രയാണെടാ? 4 അല്ലേ? അപ്പോൾ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ കണ്ടാൽ എ സി സ്ക്വയർ കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് എ സി ആണ് അല്ലേ? അപ്പം എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 9. നമുക്ക് എത്ര കിട്ടുക? റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5. സോ വി ഗോട്ട് എ സി ആസ് 5 മീറ്റർ. അപ്പോൾ അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. സോ മക്കളെ, ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഓർമ്മിച്ച് വെക്കണം. ഇത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ മാത്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് ഫിസിക്സിലാണെന്നുള്ള ഓർമ്മ വേണം കേട്ടോ. അപ്പം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ദൂരവും സ്ഥാനാന്തരമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെയുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണണം. കുട്ടി എയിൽ നിന്ന് ബി വഴി സിയിലേക്ക് പോവാണ്. ഇപ്പോൾ അവസാനം സിയിലാണ്, തുടക്കത്തിൽ എയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.